ഹായ് ഗായ്സ്, രാവിലെ ചായ കുടിക്കാൻ ഞാൻ പോയത് കാക്കനാടുള്ള അളകാപുരി റെസ്റ്റോറൻറ്റിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ചായ. ഇത് മാത്രമല്ല, നല്ല ചായ കിട്ടുന്ന വേറെ സ്പോട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അളകാപുരി റെസ്റ്റോറൻറ്റിലെ ചായ നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ ഈ ചായ കുടിക്കാൻ ഭയങ്കര തിരക്കാണ് ഇവിടെ. ചായ മാത്രമല്ല ഇവിടെ ഫേമസ്, ഇവിടെ ഫുഡും ഭയങ്കര ഫേമസ് ആണ്. അത് ഞാൻ സെപ്പറേറ്റ് വേറൊരു വീഡിയോ ഇടുന്നുണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഞാനൊരു ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് കാണാൻ പോയി. ഇവിടെ ബ്രൈറ്റ് സ്പോർട്സ് സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ തന്നെയുള്ള ഒരു ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് ആയിരുന്നു അത്. എൻ്റെ നാട്ടുകാരനും ഫ്രണ്ടും കൊളീഗുമായിട്ടുള്ള രോഹിത്ത് മത്സരിക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് കളി തന്നെ തോറ്റിട്ട് നമുക്ക് ഒരുമിച്ച് നാട്ടിൽ പോകുമെന്നൊക്കെ പറഞ്ഞാണ് അളിയൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. പക്ഷേ അവനൊരു കളി ജയിച്ച് നിൽക്കുകയായിരുന്നു. ദ റിയൽ കൺവിൻസിങ് സ്റ്റാർ. അതിനുശേഷം ഒരു കളി തോറ്റ് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു നമുക്കെന്നാൽ നാട്ടിലോട്ട് പോകാം എന്ന് പറഞ്ഞു. അവൻ നാട്ടിലോട്ട് പോകാനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞു. ടൂർണമെൻറ്റ് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ നാട്ടിലോട്ട് പോകാൻ റെഡിയാവുമായിരുന്നു. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഇറങ്ങി. പാലാരിവട്ടം പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ മറ്റൊരു കാര്യം മനസ്സിലാക്കിയത്. രോഹിത്തിൻ്റെ ബൈക്കിൻ്റെ ബാക്കിലെ ടയർ പഞ്ചറാണ്. പക്ഷേ പഞ്ചറല്ലായിരുന്നു, അതിൻ്റെ നോബിന് എന്തോ കംപ്ലൈൻ്റ് ആണ്. ഞങ്ങൾ അവിടെ തന്നെ ഉള്ളൊരു കടയിൽ കയറിയിട്ടത് റെഡിയാക്കി. ടയറുകളിൽ ചെറിയ വർക്കായതുകൊണ്ട് ആ പയ്യൻ ഒരു പൈസ പോലും വാങ്ങിച്ചില്ല. നല്ല പയ്യൻ. അവന് ടാറ്റയും കൊടുത്ത് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി. മറ്റൊരു സർപ്രൈസ് കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് എനിക്ക് കുറച്ച് സുഹൃത്തുക്കൾ പിസ്സ ഓർഡർ ചെയ്ത് തന്നു. ഞാനങ്ങനെ അധികം പിസ്സ കഴിച്ചിട്ടില്ലാത്ത ഒരാളാണ്. ഒരു തവണ എന്തോ മറ്റോ കഴിച്ചിട്ടുള്ളൂ. എന്നാൽ പിന്നെ അത് കഴിച്ചിട്ട് നാട്ടിലോട്ട് പോകാമെന്ന് കരുതി. അത് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ നാട്ടിലോട്ട് പുറപ്പെട്ടു. ഓക്കെ, ബൈ ഗൈസ്.